എന്നാലും വല്ലാത്തൊരു കിനാവായിപ്പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാശരീരി പോലെയാ തോന്നിയത്. ഭയങ്കര പൊളിച്ചു. കുമ്പം തന്നെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥയാണ്. എന്താ ഒരു ശബ്ദം! ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം! നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വെളുപ്പാങ്കാലത്തെ സ്വപ്നം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരൻ വരുമ്പോൾ നേരില് കാണാ. പുള്ളിക്കാരൻ നേരിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? വല്ലാത്ത തണുപ്പ് ഇപ്രാവശ്യം. നമ്മളെ ചേട്ടനല്ലേ അവിടെ ഇരിക്കുന്നത്? വരെ ഇരുന്നോളൂ. കുടിക്കാൻ ചൂടുള്ള ഒരു ചായ എടുക്കട്ടെ? എന്തിനാ താമോ ഈ കൊടും തണുപ്പത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കുറച്ചുകൂടി നേരം വെളുത്തിട്ട് പോരെ നിന്റെ ഈ അധ്വാനം? ചേട്ടാ, അത് പിന്നെ അങ്ങനെയല്ലാതെ പറ്റുമോ? നേരം വെളുക്കുന്നതിന് മുമ്പേ ഈ തെരുവ് വീതിയൊക്കെ വൃത്തിയാക്കിയിടണമെന്നല്ലേ അധികാരികളുടെ കൽപ്പന. നമുക്കതനുസരിച്ചല്ലേ പറ്റൂ. അല്ല, ചേട്ടനെന്താ ആലോചിക്കുന്നത്? താമോ, ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നടക്കാറുണ്ടോ? വെളുപ്പാങ്കാലത്ത് സ്വപ്നം? ആ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, ഇനി ചേട്ടൻ വല്ല കിനാവും കണ്ടോ? കണ്ടു. നല്ല കാര്യം തന്നെ. കിനാവ് കാണാൻ പറ്റിയ പ്രായം. ആട്ടെ, എന്ത് സ്വപ്ന കണ്ടത്? ഇല്ലട്. അല്ല, ചേട്ടൻ പറ, ഇനി വല്ല വേണ്ടാതീരുമാണോ? ഞാനത് പറഞ്ഞാൽ താൻ പറയും എനക്ക്. ഒന്നാമത് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്ന എനക്ക് കേൾക്കാനാ. അയ്യോ, ഞാൻ ചേട്ടൻ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. ചേട്ടൻ പറയും, എന്ത് സ്വപ്ന കണ്ടത്? നമ്മുടെ ഈശ്വരനില്ലേ, ഈശ്വരൻ. ഈശ്വരൻ? ആര്? നമ്മളെ കള്ളവാറ്റുകാരൻ ഈശ്വരനില്ല? എല്ലടോ, സാക്ഷാൽ ഈശ്വരൻ, ദൈവം. ദൈവം ശരിക്കും നിങ്ങളെ സ്വപ്നത്തിൽ വന്ന് അങ്ങനെയൊക്കെ? പുള്ളിക്കാരൻ നേരിൽ വന്നില്ല, ചെറിയൊരു പ്രകാശം പോലെയാണ് ഞാൻ കണ്ടത്. ചേട്ടൻ ആരും അപ്പോ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. സ്വപ്നത്തിൽ ആളുകൾ എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടത് വെറും പാഴ്ക്കിനാമാണെന്നാണോ പറയുന്നത്? ചേട്ടാ, ചേട്ടന്റെ പ്രശ്നം ഈ ഒറ്റക്കള്ള് ചെയ്യും. ഇതല്ല, ഇതിനപ്പുറം സ്വപ്നത്തിൽ കണ്ടിരിക്കും. അല്ല, ഈ ഒറ്റപ്പെടൽ അതുണ്ടല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്.
ചേട്ടന്റെ ഭാര്യ മരിച്ച പിന്നെയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത്. അല്ല, ചേട്ടൻ്റെ ഒരു മകനുണ്ടല്ലോ പട്ടണത്തിൽ താമസിക്കുന്നത്, അവന്റെ കൂടെ വല്ലപ്പോഴും പോയി താമസിച്ചൂടെ? ഓ, അതൊന്നും നടക്കൂലോ. നോക്കൂ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി ചേട്ടന്റെ ഇഷ്ടം. ഏതായാലും നമ്മൾ സംസാരിച്ചിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. എന്റെ ജോലി മുഴുവൻ ബാക്കിയാണ്. ഞാൻ ഏതായാലും പോകട്ടെ. ചേട്ടൻ പോയി വിശ്രമിക്കും. അതെ ദാമോ, പുള്ളിക്കാരൻ വരുമ്പോൾ ഞാനെന്ത് ദൈവത്തിനോ? ആ, ചിലപ്പോ ഈ വഴി എങ്ങാൻ വന്നാലോ. ദൈവത്തിന് സാധാരണ ആളുകൾ പൂക്കളും പഴങ്ങളും ഒക്കെ കൊടുക്കാറ്. അപ്പോ ചേട്ടനോ തന്നെ കൊടുത്തോളൂ. അത് മതിയോ? ഓ പിന്നെ അത് ധാരാളം മതി. ഏതായാലും ഞാൻ പോകട്ടെ, എന്റെ പണി നമുക്ക് പിന്നെ കാണാം. ശരി ദാം. ദാമു പറഞ്ഞു കേട്ടില്ലേ, ദൈവത്തിന് പൂക്കളും പഴങ്ങളാണ് കൊടുത്തത്. എന്താ, ഞാൻ കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങി വെച്ചത് നന്നായി. പഴങ്ങൾ മാത്രമല്ല, നല്ല ഒന്നാന്തരം പൂക്കളും ഉണ്ട്. ആ, ദൈവം ഇങ്ങോട്ട് വരട്ടെ, ഇതൊക്കെ കാണുമ്പോ ഒത്തിരി സന്തോഷാവും. ദൈവം പൂക്കളും പഴങ്ങളും അത്രയും കൊടുക്കുക. ദൈവം പൂക്കളും പഴങ്ങളും കഴിച്ച് അല്ലാത്ത തണുപ്പം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി. ഈ ചെരുപ്പ് പൊട്ടിപ്പോയി, ഒന്ന് ശരിയാക്കി തന്നെ. ആയിക്കോട്ടെ. പെട്ടെന്ന് തയ്ച്ചോളൂ, ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആട്ടെ, എങ്ങോട്ടാണ് ഈ യാത്ര? പരമാത്മാവിനെ തേടിയുള്ള യാത്ര. ഇവിടെ നിന്നും നേരെ ബനാറസിലേക്ക്, പിന്നെ കേദാർനാഥ്, ബദരീനാഥ്, അങ്ങനെ അങ്ങനെ കൈലാസം. കൈലാസത്തിലാണോ ദൈവം ഇരിക്കുന്നത്? അതെനിക്കറിയില്ല, പക്ഷെ അങ്ങനെയും പറയാറുണ്ട്. കാതങ്ങൾ താണ്ടി മലമുകളിൽ എത്തുമ്പോൾ ഈ ഞാൻ എന്ന ഭാവം അരിവില്ലാതെയാകും. അവിടെ
ഓരോ അണുവിലും ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുടെ അവസ്ഥയൊക്കെ പറയാതിരിക്കല് നല്ലത്. കാരണം കള്ളന്മാരും രാഷ്ട്രീയക്കാരും കാട്ട് മുടിക്കല്ലേ. ദൈവത്തിന് എന്തിനാ കാശ്? ഇവിടെ കുറച്ചു പേര് ദൈവത്തിന്റെ പേരിൽ പണം പിരിക്കുന്നു, ബാക്കിയുള്ളവനെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു. അതല്ലേ നടക്കുന്നത്. അതും ശരിയാണ്. പക്ഷേ ദൈവം മനുഷ്യനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മനുഷ്യൻ എന്താ കാട്ടുന്നത്? ഇതൊന്നും ചെയ്യാതെ മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടണ്. ഞാൻ ഈ അമ്പലങ്ങളിലൊന്നും പോകാറില്ല. രാത്രി കിടക്കാൻ നേരം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും, അത്ര തന്നെ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസല്ലേ. അതെ, ഇനി ഇതുവഴി വരുമ്പോൾ വീണ്ടും കാണാം. ഓ ആയിക്കോട്ടെ. അപ്പോ ശരി. ഹരി ഓം ഹരി ഓം ഹരി ഹരി ഓം ഹരി ഓം ഹരി. ഈ ധാരാളം യാത്ര ചെയ്തതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. എനക്കും യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങ് കൈലാസം വരെ പോകാന്നൊക്കെ പറയുമ്പോൾ ഒരു കുളിരാണ്. അതിനൊക്കെ ഒരുപാട് കാശ് വേണം, പിന്നെ ഭാഗ്യവും. നമുക്ക് അതിനുള്ള യോഗമൊന്നും ഇല്ലേ? നമ്മളെ തൊഴിൽ കണ്ടില്ലേ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനക്കതിനുള്ള യോഗമൊന്നും ഇല്ലെങ്കിലും ഞാൻ തയ്ക്കുന്ന ചെരുപ്പുകളുണ്ടല്ലോ, അത് ലോകം മുഴുവൻ കറങ്ങുകയാണല്ലോ. അതാണ് എന്താ നാട്ടുകാർ മൊത്തം പറയുന്ന എനിക്ക് കേൾക്കാണ്. ചൂടൊക്കെ പോയി. ഒരു സ്ത്രീ ശബ്ദമാണല്ലോ. ഒരു സ്ത്രീ ശബ്ദം കണ്ണത്തടിച്ച് ഓടിയാവും. ആ ഭാഗത്ത് പോയി നോക്ക്. എന്താ എന്താ മോള് ആ ഭാഗത്തോട്ട് ഓടി അവിടെ പോയി നോക്ക്. അവരെന്തിനാ മോളെ പിന്നാലെ വരുന്നത്? അവരെന്തിനാ മോളെ ഉപദ്രവിക്കുന്നത്? മോളിവിടെ ഇരി, ഇവിടെ ആരും വരത്തില്ല. മോളെവിടെ ഇരി. എന്താ എന്താ കാര്യം? ആണെന്ന് മാറിയുന്നേ. എന്താ കാര്യം പറ. അവളോട്ട് സംസാരിക്കാനായിട്ട് ഇവിടെ വെച്ച് മതി. ആ കുട്ടി ആകെ പേടിച്ചിരിക്കുവാണ്. അവളുടെ ഒരു പേടി. അവൾ എന്താ ചെയ്തെന്നറിയോ? അവളെന്റെ കരണത്തെ അടിച്ചേ. സ്ത്രീകളോട് മര്യാദ ഇല്ലാണ്ട് പെരുമാറിയ ചിലപ്പോ ഒന്ന് കൊണ്ടുവന്നിരിക്കും. അനിയാൻ പോവാം. അത് പറയാൻ താനാരോടോ? അവളുടെ തന്തയോ? മാറിക്കടോ. അതാരെങ്കിലും ആട്ടെ, ഇപ്പൊ അനിയാൻ പോവാം. തടി കാണാണ്ടെങ്കിൽ എന്റെ മുമ്പ് മാറിക്കോ. മാറിക്കടോ. ഒട്ടു പോകരുതാണ്. ഒന്ന് കളഞ്ഞോ. പെണ്ണുങ്ങൾ മര്യാദ ഇല്ലാണ്ട് പെരുമാറി ഇപ്പോഴാ നോക്കിട്ട് ആരെങ്കിലും ചെയ്യാൻ വിടട്ടോ. ഓടാ. ഓടാ. ഇപ്പൊ ഞാൻ പോന്ന്. പിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടൂടി. അന്നിന് ഞാൻ എടുത്തോളാം. എന്നോടോ കിളവാ, തനിക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. താൻ കരുതിയിരുന്നോ? തനിക്കുള്ള പണി തന്നിരിക്കും. എന്റെ പേര് തുണിയല്ല. മോളിവിടെ ഇനി ആരും ഇവിടെ വരത്തില്ല. മോള് ധൈര്യമായിട്ട് ഈ വെള്ളം കുടി.
കഴിയാ ചേട്ടാ? ഇന്ന് സ്ത്രീകൾക്ക് തനിച്ച് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ബസ്സിലും ട്രെയിനിൽ പോയാലും ഇതാണ് അവസ്ഥ. കാലം മാറിക്കൊണ്ടിരിക്കുക മോളെ. സ്ത്രീകളും പ്രതികരിക്കാൻ തുടങ്ങിയില്ലേ? പിന്നെ എല്ലാ പുരുഷന്മാരും പൂവാലന്മാരല്ല. ചിലര് കാണും എന്ന് വിചാരിച്ച് മോള് എല്ലാവരെയും ആ കണ്ണിൽ കാണരുത്. മോള് ചെയ്തതാ ശരി, പ്രതികരിക്കണം. തെറ്റെവിടെ കണ്ടാലും മോള് പ്രതികരിക്കണം. ഇനി അവന്മാർ വരത്തില്ല. മോള് ധൈര്യമായിട്ട് പോയിക്കോ. ഇതേ ഇവിടെ ഒരാൾ ഇന്ന് വരുന്നു പറഞ്ഞിട്ട് ഞാൻ വാങ്ങി വെച്ചതാ. ഞാൻ എടുത്തോട്ടെ? പുള്ളിക്കാരൻ വന്നില്ല. മോൾക്ക് വേണമെങ്കിൽ മോള് കൊണ്ടുപോയിക്കോ. എന്തൊരു കാലം. സ്ത്രീകൾക്ക് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഈശ്വരാ, പേപ്പർ നോക്കിയില്ല. ഇറാനിൽ യുദ്ധം, സിലിണ്ടറുകൾക്ക് കേരളത്തിൽ ക്ഷാമം. പേരിങ്കള്ളൻ കണ്ടില്ല അവനൊരു നിൽപ്പ്. പോലീസിനൊന്നും ഏൽപ്പിക്കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ ഇവനെ കൈകാര്യം ചെയ്യാം. എന്താട്ടാ? അതന്നെ പ്രസിഡന്റ്, നിങ്ങളല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇവനെ ആന കള്ളനാണ്. ഇവൻ എന്ത് ചെയ്താല് ആ. പകൽമുഴുക്ക് കറങ്ങുക. ആളില്ലാത്ത വീട് കണ്ടുപിടിച്ച് രാത്രിയാകുമ്പോ മോഷ്ടിക്കാനാണ്. ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച ഗോപാലൻ പത്തോം പോയാ അത് ഇവൻ തന്നെ എടുത്തിട്ടുണ്ടാവുക. ആർക്കും ഒരു സംശയമില്ല. എനിക്ക് എന്താണ് സംശയം അറിയോ? ഈ ഇടക്ക് ബൈക്കിൽ വന്നിട്ട് കുറെ പേര് മാനമോഷണ കേസിൽ നടക്കുന്നില്ലേ? അതിലോടുത്ത ഇവൻ ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാതെ അവനൊക്കെ ഇപ്പൊ എത്ര പൈസ? അത് ശരിയാ. എന്താ കാര്യം? എന്താ കാര്യം അന്വേഷിച്ചു നോക്ക്. അവന്റെ മോന്താണല്ലേ കാള ലക്ഷണം കാണിച്ചിട്ടുണ്ടല്ലോ. ഇവരെ കണ്ടിട്ട് കള്ളനാൻ തോന്നുന്നില്ല. ബുദ്ധിസ്ഥിരതയില്ലാത്ത പാവമാണ്. കള്ളനായവൻ, പെരിങ്കള്ളൻ. ആട്ടെ, ഇവൻ എന്താ മോഷ്ടിച്ചത്? കാണിച്ചു കൊടുക്കുക. ഇതാ നോക്ക്, അരിയും പഴവും പിന്നെ എന്തൊക്കെയുണ്ട് ഈ സഞ്ചിയില്. ഹരിയ പാവം വിശന്നിട്ടായിരിക്കും. എന്റെ ഏട്ടാ, വിശന്ന കക്കുവയ്യ. നല്ല തടിയും ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ഇവന്. ഇവനെന്താ ജോലി എടുത്ത് ജീവിച്ചൂടെ? അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ ഇവനെ? ഇവനെ അടിക്കണ്ട, പോലീസിലും ഏൽപ്പിക്കണ്ട. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി. കണ്ടില്ലേ? മോനെ ഇവനെ പോലത്തെ കള്ളന്മാരും പിടിച്ചുപറിക്കാരും സംരക്ഷിക്കാൻ നടത്തുന്നത് ഇവരാണ് നമ്മുടെ അതന്നെ കാളനും കാളനും കഞ്ഞി വെച്ചവനും. എന്താ കട്ടച്ച് തിരിച്ചു കൊടുക്കണം. എന്നാ മോൻ ഈ പഴം കഴിക്കും. അല്ല, ഒന്ന് തന്നെ. നമ്മളൊക്കെ മനുഷ്യരുടെ അനിയ. ഈ പാവത്തിനെ വീട് ഉപദ്രവിക്കുന്ന കണ്ടില്ല. അനിയൻ ഇവന്റെ വീട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണം. ഒരു അപേക്ഷയാണ്. മോചൻ എന്ത് കാലം. അങ്ങനെ മറ്റൊരു ദിനം കൂടി അവസാനിക്കും. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരുന്നു. എല്ലാ തിരക്കുകൾക്കിടയിലും മനസ്സ് നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നീ വന്നില്ല. ഞാൻ കണ്ടത് വെറും പാഴ്ക്കിനാവ് മാത്രം. ഈശ്വരാ, മകനെ,
മകനെ, ഞാൻ ഇന്ന് നിന്നെ കാണാൻ വന്നിരുന്നുവല്ലോ. വെളുപ്പാൻ കാലത്ത് തണുത്തു വിറച്ചു നിന്ന എന്നെ നീ നിന്റെ കുടിലിലേക്ക് ക്ഷണിച്ചു. എനിക്ക് കുടിക്കുവാൻ ചൂടുള്ള ചായ തന്നു. ഉച്ചനേരത്ത് നീ എന്റെ മാനം കാത്തു. എനിക്ക് കുടിക്കുവാൻ വെള്ളവും ചൂടുവാൻ പൂക്കളും നൽകി. വൈകുന്നേരം നീ എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. എനിക്ക് വിശപ്പടക്കുവാൻ പഴങ്ങൾ നൽകി. മകനെ, ഞാൻ പർവ്വതമുകളിലോ ആരാധനാലയങ്ങളിലോ അല്ല വസിക്കുന്നത്. നിന്നോടൊപ്പം ജീവിക്കുന്ന നല്ല മനുഷ്യരിലാണ്. മന്ത്രങ്ങളും പ്രാർത്ഥനകളും കൊണ്ടൊന്നും എനിക്കൊന്നും ലഭിക്കുന്നില്ല. എനിക്ക് ആവശ്യം നിന്നെ പോലുള്ള മനുഷ്യരുടെ സ്നേഹവും കരുതലുമാണ്.